നമ്മുടെ കൺസെപ്റ്റ് ഓഫ് റോഡ് KSRTCയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ബാക്കിൽ നമ്മൾ ഇതുപോലെ ഒരു പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതപ്പോൾ ഇവിടെയും കൂടെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഡിക്കിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം. വെയിറ്റ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിത് 4x ഷീറ്റിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മുടെ ടോപ്പ് പോർഷനൊക്കെ 5mm 2 പീസാണ് ഒട്ടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നമ്മുടെ സസ്പെൻഷനൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, മറിയാനും ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ മെയിൻ പാർട്സ് എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടിയിലേക്ക് നമ്മൾ ഇന്ന് വെച്ച് നോക്കി. നമ്മുടെ ചേസിന്റെ ഈ ഒരു പോർഷൻ ശരിക്കും പറഞ്ഞാൽ ബ്ലാങ്ക് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് PVCയിൽ നമ്മളൊരു ക്രാഷ് ഗാർഡും അതുപോലെ ബമ്പർ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനാണ് ശരിക്കും നല്ല സമയം എടുത്തോട്ടെ. ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് നമ്മൾ ജസ്റ്റ് ഇവിടെ കയറ്റിയിടും. ബാക്കിലും വരുന്നുണ്ട് 2 പീസ്. ഈ 4 പീസിലാണ് നമ്മൾ ബോഡി മൗണ്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ടോപ്പിലെ പോർഷൻ ഇതേ ഒന്ന് ടച്ച് ചെയ്തേക്ക് മുകളിൽ നിന്ന് നമ്മൾ സ്ക്രൂ ചെയ്യും. നമ്മൾ ഫുള്ള് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഹൈറ്റിലായിരിക്കും വണ്ടി ഇരിക്കുന്നത്. ഏകദേശം ഇങ്ങനെയാണ് ബമ്പർ വരുന്നത്. പറ്റുവാണെങ്കിൽ 2 എക്സ്ട്രാ ഹെഡ്ലൈറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വീലാർസ് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് 4x ഷീറ്റിൽ തന്നെ ഇതുപോലെ ഒരു ഷേപ്പ് ഓൾറെഡി ഉണ്ടാക്കി എടുത്തായിരുന്നു. ബാക്കിൽ വെക്കാൻ ഒരു റോൾ ഗേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫ്ലെക്സ് വിക്കിനേക്കാളും കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ. കാരണം ഇതൊരു ജെല്ല് ടൈപ്പ് ഗ്ലൂ ആണ്. അപ്പോൾ മിനിയേച്ചർ ചെയ്യുന്നവർക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്ലൂ ആയിരിക്കും കേട്ടോ ഇത്. നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തതിൽ ഏറ്റവും സ്കെയിൽ കൂടിയ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബസ് ലവർ ആണെങ്കിൽ KSRTC ഫാൻ ആണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം ഈ വണ്ടിയുടെ കുറേ അപ്ഡേറ്റ്സ് ഇനി നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്ട്രക്ചറൽ വർക്കെല്ലാം കംപ്ലീറ്റ് ആയപ്പോൾ വണ്ടീനെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ രീതിയിൽ പെർഫോമൻസ് തരുന്നുണ്ട്. മറിയാനൊന്നും വലിയ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് പെയിന്റിങ് ബാക്കിയാണ് കേട്ടോ.